നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ നമുക്കിപ്പോൾ എല്ലാ മാസവും ലഭിക്കുന്നുണ്ട്. 25-ാം തീയതി മുതൽ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും തുക എത്തി തുടങ്ങുന്ന സാഹചര്യമാണ്. ഈ പെൻഷൻ തുകയിൽ പുതിയ ഗവൺമെന്റിന്റെ വാഗ്ദാനം അനുസരിച്ച് 3000 രൂപ ക്ഷേമ പെൻഷൻ ആക്കുമെന്നൊരു ഉറപ്പ്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ എത്രയും വേഗം പദ്ധതി പ്രാബല്യത്തിലാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായിട്ടും സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ വൈകാതെ തന്നെ ഇതിൻ്റെ പ്രഖ്യാപനമുണ്ടാകും. 6 മാസത്തിനകം തന്നെ ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ ഇത്തരം ആനുകൂല്യങ്ങളുടെ വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കാൻ നിലവിൽ എന്തെല്ലാം രേഖകൾ ഹാജരാക്കണം അതൊക്കെ കൃത്യസമയത്ത് കൊടുക്കുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കണം. കാരണം ആനുകൂല്യം എന്തെങ്കിലും രേഖകൾ കൊടുക്കാത്തത് മൂലം പെൻഡിങ് ആയാൽ എത്ര മാസത്തെ വിതരണം ചെയ്യുന്നു അതൊക്കെ നമുക്ക് പിന്നീട് ലഭിക്കുന്നതല്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അത് മാത്രമല്ല, വരുമാന പരിധി, വീട്ടിൽ വാഹനമുള്ളവരുടെ ആനുകൂല്യങ്ങൾ, അതോടൊപ്പം വീട്ടിൽ AC ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾ, വീടിൻ്റെ വിസ്തീർണം, ഇങ്ങനെയുള്ള പല അർഹതാ മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇനി പരിഷ്കരിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി സർക്കാർ ഇപ്പോൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കാരണം അർഹതാ മാനദണ്ഡങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ട സമയമായിട്ടുണ്ട്. ഇതിപ്പോൾ 2026 എന്നാൽ മുൻപുണ്ടായിരുന്ന ചില നിയമാവലികളുടെ അടിസ്ഥാനത്തിലാണ്, അർഹതാ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഈ ഒരു പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അർഹതയുള്ള പലരും ചില സാഹചര്യങ്ങളിൽ പുറത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർ, അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ, പക്ഷേ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യം വെച്ചാൽ ഏതെങ്കിലുമൊക്കെ ഒരു അർഹതാ മാനദണ്ഡത്തിൽ ചെറുതെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത്. ഒരു പക്ഷേ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം AC ഘടിപ്പിച്ചവരാവാം, ഇനിയല്ല എങ്കിൽ ആശുപത്രികൾ കൊണ്ടുപോകേണ്ട ആവശ്യങ്ങൾക്കൊക്കെ ഒരു ചെറിയ വാഹനം വീട്ടിലുള്ളവരാകാം. അപ്പോൾ ഇങ്ങനെയുള്ള പല മാനദണ്ഡങ്ങൾ അത് കൃത്യമായിട്ട് പരിഷ്കരിക്കുമെന്നുള്ള ഒരു ഉറപ്പും സംസ്ഥാന സർക്കാർ വരുത്തിയിട്ടുണ്ട്. അതോടെ കൂടുതൽ അർഹതയുള്ള ആളുകൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യമുണ്ടാകും. കൂടുതൽ ആളുകൾക്ക് അപേക്ഷകൾ അപ്രൂവ് ആവുകയും പെൻഷൻ തുക ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ പ്രവാസി ക്ഷേമ ബോർഡിൻ്റെ ആനുകൂല്യം, അതായത് പെൻഷൻ വിതരണമൊക്കെ 3 മാസത്തോളം കുടിശ്ശികയായിട്ടുണ്ട്. 2026 മാർച്ച് മാസം വരെ ആനുകൂല്യം മുടങ്ങാതെ നമുക്ക് ലഭിച്ചിരുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ തുടങ്ങിയ മാസങ്ങളിലൊക്കെ ആനുകൂല്യം ഇപ്പോൾ നമുക്ക് കുടിശ്ശികയായി വരികയാണ്. നിലവിൽ ഇത് സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്തേക്ക് നിരവധി നിർദ്ദേശങ്ങൾ ഈ സമയത്ത് വന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തേക്ക് വിവിധ മേഖലകളിൽ നിന്ന് പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള നിവേദനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. പ്രവാസി ക്ഷേമ പെൻഷൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ പ്രവാസി ക്ഷേമ ബോർഡിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാര്യക്ഷമമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് സർക്കാർ ഉറപ്പും വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രവാസി ക്ഷേമ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ കൃത്യമായിട്ട് എല്ലാ പരിഷ്കാരങ്ങളും വരുത്തി കൃത്യമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുമെന്നുള്ള ഒരു ഉറപ്പ് സംസ്ഥാന സർക്കാർ നൽകുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കാർഡുടമകൾ ശ്രദ്ധിക്കുക. സപ്ലൈകോ വഴി സബ്സിഡി ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. റേഷൻ കാർഡുകളിൽ ഈ പ്രാവശ്യം APL വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾക്ക് 3 കിലോ സ്പെഷ്യൽ ഗോതമ്പിൻ്റെ വിതരണവും നടക്കുന്നുണ്ട്. ഇത്തരം ആനുകൂല്യങ്ങൾ കൂടി വാങ്ങുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, വിദ്യാർത്ഥികളുടെ ആധാർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ സൗജന്യ പുതുക്കലാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. 5 മുതൽ 17 വയസ്സ് വരെയുള്ള കാലയളവിൽ നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥികളുടെ വിവിധ ഡോക്യുമെൻറ്റുകൾ, അതോടൊപ്പം വിവിധ മത്സര പരീക്ഷകളുടെ സ്കോളർഷിപ്പ്, ഇത്തരം ആനുകൂല്യങ്ങളെല്ലാം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇതെന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അക്ഷയ കേന്ദ്രങ്ങളിലും ആധാർ സേവാ കേന്ദ്രങ്ങളിലും ഈ സംവിധാനമുണ്ട്. ഇത് പ്രയോജനപ്പെടുത്തുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.